Okay, students, we are moving to the last section of our subject. So I've included ANOVA also in this module because ANOVA ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിലൊന്നും പറഞ്ഞിട്ടില്ല. വൺ വേ അനാലിസിസ്, ടു വേ അനാലിസിസ് ഒക്കെ ഒരു ചാപ്റ്റർ വൈസ് വന്നാൽ മാത്രമേ ANOVA പഠിക്കേണ്ടുള്ളൂ. ബട്ട് ലാസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പേപ്പർ ഐ സീൻ എ ക്വസ്റ്റ്യൻ ഓഫ് വൺ വേ ANOVA. അപ്പോൾ ആ ഒരു മോഡൽ ജസ്റ്റ് എല്ലാം കൂടി നിങ്ങൾക്ക് ബേർഡൻ ആവണ്ട, ജസ്റ്റ് ഒരു പ്രോബ്ലം കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുവാണെങ്കിൽ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നുകൊണ്ടാണ് ഞാനൊന്ന് അതിലേക്ക് ഇട്ടത്. ഓക്കെ, അതും കൂടി നോക്കുക. പിന്നെ അബൌട്ട് മൊഡ്യൂൾ 6 ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് SPSS. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പ്രശാന്ത് സാറായിരുന്നു എടുക്കേണ്ട ചാപ്റ്റർ. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് നോക്കിയപ്പോൾ എല്ലാം അത് ലാബിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഓരോത് ക്ലിക്ക് ചെയ്യുക, എന്ത് ഓപ്പൺ ആവണു അതിൽ അങ്ങനെ മീൻസ് ലാബിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ദർഫോർ ഐ ഇൻക്ലൂഡഡ് എല്ലാത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം PPT നോക്കിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ടൈം ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹവ് കം ഫ്രം SPSS ചാപ്റ്റർ. അപ്പോൾ അതും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ജനറൽ ഒരു ഐഡിയ ഇരിക്കട്ടെ. ഇനി എങ്ങാനും ഒരു എസ്സേ ആയിട്ട് വല്ലതും SPSSനെ പറ്റി എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഡൗൺ ഓൾ ദ സ്ലൈഡ്സ് ഇൻക്ലൂഡഡ് ചെയ്യുക കേട്ടോ. ആ രീതിയിലോട്ടൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, വൺ ANOVA പ്രോബ്ലം. റൈറ്റ് സൈഡിലെ ക്വസ്റ്റ്യൻ കാണാം, കണ്ടോ എല്ലാവരും? ദേ ആർ ഗിവൺ 4 ട്രീറ്റ്മെൻറ്റ്, 4 കോളം തന്നിട്ടുണ്ട്, 5 റോസും ഉണ്ട്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൽ ഈ 5 റോസ് എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സ് ഈക്വൽ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബിക്കോസ് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ചിലത് 5 എണ്ണം ഉണ്ടാവില്ല. അങ്ങനെ ആയെന്ന് വെച്ചാൽ ഒരേപോലെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നോക്കുക, അതാണ് ആ 4 എന്ന് പറയുന്നത്. ചിലർക്ക് പ്ലോട്ട് നമ്പർ 5 ഉണ്ടാകാം, ഉണ്ടാവാതിരിക്കാം. ചിലർക്ക് പ്ലോട്ട് നമ്പർ 4ഉം 5ഉം ഉണ്ടാവാം. അപ്പോൾ റോഡ് നമ്പറിന് ഇമ്പോർട്ടൻസ് ഇല്ല, കോളം അത്രയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാദ്യം മനസ്സിൽ വയ്ക്കുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈക്വൽ അല്ലാത്തൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഇനി എങ്ങനെ ഇതിൽ വൺ വേ ANOVA നടത്താൻ പോണേ നോക്കാം. വാട്ട് യു ടു ഡു ഇസ് 4 കോളത്തിൻ്റെയും റെപ്രസെൻറ്റ് ഇറ്റ് ആസ് x1, x2, x3 ആൻഡ് x4. ടേക്ക് ദ സം, എല്ലാത്തിൻ്റെയും സം കാണാം. സം കണ്ട ശേഷം സം ടി ടോട്ടൽ സം എന്നും പറഞ്ഞിട്ടുള്ളത് ഒരെണ്ണം കാണാം. ടി എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുക. ടി മീൻസ് വാട്ട്? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ. വാട്ട് എവർ ഐ എം ടെല്ലിങ് ഹിയർ യു ക്യാൻ സീ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പേജ്. നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള സ്റ്റെപ്പ് ഇസ് ഗിവൺ ഹിയർ. സോ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ, എത്ര പേരുണ്ടോ അതിൻ്റെ എല്ലാവരുടെയും കൂടി സം. ഈ ഓരോ ഇൻഡിവിജ്വൽ കോളത്തിൻ്റെ അല്ല, എല്ലാ ഡാറ്റയും, അതായത് 42 പ്ലസ് 50 പ്ലസ് 62 പ്ലസ് 34 പ്ലസ് 52 പ്ലസ് 48 പ്ലസ് 66, അങ്ങനെ 20 എണ്ണമുണ്ട്. 20 എണ്ണത്തിൻ്റെയും സം കാണാം. അങ്ങനെ വി ഗോട്ട് ദ റിസൾട്ട് ആസ് 1300. ശേഷം നമുക്ക് T²/n കാണണം. ബിക്കോസ് സി ഹിയർ ലെഫ്റ്റ് സൈഡ് പേജിൽ യു ക്യാൻ സി SST കാണണമെന്നുണ്ടെങ്കിൽ T²/n എന്നും പറഞ്ഞൊരു സംഭവം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ യു സിംപ്ലി divide this square the t sum, total sum t square ചെയ്തിട്ട് divided by capital N ചെയ്യുക. capital means how many other altogether എത്ര പേരുണ്ടായിരുന്നു? 20 പേര്. ആ 20 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടി. ഇനി ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് SST. ലെഫ്റ്റ് സൈഡിൽ നോക്കിയോ, 2-ലെ സെക്കൻഡ് സബ് ഡിവിഷൻ. SST എങ്ങനെയാണ് കാണേണ്ടത്? സം ഓഫ് സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻ. അപ്പോൾ വേറൊരാളെ കാണും അല്ലേ, എല്ലാ ഒബ്സർവേഷൻ്റെയും സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സം, അതായത് 42 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ പ്ലസ് അങ്ങനെ എല്ലാവരുടെയും സം കണ്ട് ആ കിട്ടുന്ന റിസൾട്ടിൽ നിന്നും ഈ T² - n വാട്ട് യു ഗോട്ട് ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടി, SST. ആഫ്റ്റർ ഫൈൻഡിങ് ദാറ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ SSC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം വൈസിലെ C സ്റ്റാൻഡ് ഫോർ കോളത്തിലെ ടോട്ടൽ എടുക്കുക. കണ്ടോ, 240, 4 കോളം ഉണ്ടല്ലോ നമുക്ക്, അതിൻ്റെയൊക്കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ N1. അപ്പോൾ അതിലെത്ര N1 ഉണ്ടെന്ന് നോക്കുക. അത് 5. ഈ കേസിൽ മാത്രം എല്ലാം 5. ഞാൻ പറഞ്ഞില്ലേ, ചില കേസിൽ എല്ലാം 5 ഉണ്ടാവില്ല. ചിലപ്പോൾ 3 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 3 എന്ന് കൊടുക്കണം. ക്ലിയർ ആയോ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളത്തിൽ 5 ഇല്ലാന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 3 കൊടുക്കുക. മൈനസ് അവിടെ എന്ത് തന്നെയാണ്? T²/n. അപ്പോൾ കിട്ടുന്ന ആൻസർ അതാണ് SSC. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് വാട്ട്? SSC. ഈ കിട്ടിയ SST മൈനസ് SSC ചെയ്യുമ്പോഴാണ് SSC നിങ്ങൾക്ക് കിട്ടുന്നത്. ആഫ്റ്റർ ദാറ്റ് വാട്ട്? MSC കാണണം. MSC കാണാനായിട്ട് SSC/K-1. ഈ K എന്ന് പറഞ്ഞാൽ എത്ര കോളംസ് ഉണ്ടെന്നാണ്. നമുക്കിപ്പോൾ എത്ര കോളംസ് ഉണ്ട്? 4 കോളംസ്. അപ്പോൾ 4 കോളംസ് മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ SSC ഡിവൈഡഡ് ബൈ, ഇതെല്ലാം കണക്റ്റഡ് ആണ് കണ്ടോ. അപ്പോൾ MSC ആണ്. C ആയതുകൊണ്ടും ഇവിടെ എന്താ എടുക്കേണ്ടത്? SSC.
ക്ലിയർ ആവുണ്ടോ? SSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ എടുത്തിട്ട് 2580 കിട്ടിയത്, അത് ഡിവൈഡഡ് ബൈ 3 കിട്ടിയപ്പോൾ 860 വന്നു. ഇനി MSE എന്ന് പറയുമ്പോൾ എന്തോരും? SSC വരണം. SSC എത്ര കിട്ടിയത് നിങ്ങൾക്ക്? 1656 ഡിവൈഡഡ് ബൈ n മൈനസ് കെ. n എന്ന് പറഞ്ഞാൽ മൊത്തം ഒബ്സർവേഷൻസ് എല്ലാം കൂടി എത്ര എണ്ണം ഉണ്ടെന്ന്? 20 എണ്ണം അല്ലേ? 20 മൈനസ് കെ എത്രയായിരുന്നു? 4 കോളം. 20 മൈനസ് 4, അതൊരു ആൻസർ കിട്ടി. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ F ടെസ്റ്റ് ആണ് ഇതിൽ നടത്തുന്നത്. F പോയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ഇവിടെ സ്പെസിഫൈഡ് ഉണ്ട് കേട്ടോ. F റേഷ്യോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ? എഫ് റേഷ്യോ കാണാനായിട്ട് MSE/MSE. ഇപ്പം നമുക്ക് MSE കിട്ടി. അങ്ങനെയാണ് എഫ് കിട്ടുന്നത്. ഇനി നമ്മൾ ടേബിളിൽ പോയി നോക്കും. ടേബിളിൽ പോയി നോക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡവും വേണോ അല്ലേ? അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇതാണ്. എത്രയാണ്? K-1, N-K. അതായത് ഈ ഡിനോമിനേറ്ററിൽ എഴുതിയ രണ്ടെണ്ണം, അതായത് എത്രയാണ് വരിക? 3,16 വരും. കണ്ടോ? 3,16. അതിനുശേഷം എഫ് ടേബിളിൽ പോയി നോക്കാം. അപ്പോൾ അവരൊരു അനോവ ടേബിൾ എന്നും പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് ഇത് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതിലെന്താണോ കിട്ടുന്നത് അതുപോലെ അത് എഴുതണമെന്നില്ല. നമുക്ക് ഈ കിട്ടിയ ആൻസേഴ്സൊക്കെ കൂടി തന്നെ അവർ എഴുതിയെന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് നെസസറി. ഇനി നമ്മൾ അവിടെ എഫ് ടേബിളിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ MSE/MSE ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താ വന്നത്? 8.3 ആണ്. ഓക്കെ, 8.3. ഇനി ടേബിളിൽ നോക്കുക. അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഡിഗ്രി എത്രയാണ്? 360 നോക്കിക്കഴിയുമ്പോൾ എനിക്ക് നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടല്ലോ അല്ലേ, ലോഗരിതം ടേബിൾ, അതിൽ എഫിൽ പോയി നോക്കിയാൽ മതി. 3 16 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%, അതായത് 0.05 നോക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ 3.24 ആണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ കൂടുതലാണല്ലേ ടേബിൾ വാല്യൂവിനേക്കാളും. ടേബിൾ വാല്യൂ 3.24, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 8.3. കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ആസ് ഗിവൺ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, now what is SPSS? So SPSS full form is Statistical Package for the Social Science. Actually പണ്ടൊക്കെ ഇത് സോഷ്യൽ സയൻസിന് വേണ്ടി മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, എല്ലാ ഫീൽഡിലും തന്നെയായിട്ട് SPSS യൂസ് ചെയ്യുന്നുണ്ട്. സോ now it stand for Statistical Product and Service Solution. കണ്ടോ, ഏത് ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീലിങ്സിനും പിന്നെ സർവീസിനും വേണ്ടി ഒരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നതാണ് SPSS. ഇറ്റ് ഈസ് ഓൾസോ നോൺ ബൈ ദ നെയിം പ്രഡിക്റ്റീവ് അനാലിറ്റിക്സ് സോഫ്റ്റ്വെയർ എന്നും പറയും. പ്രഡിക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ദിസ് ഇസ് ആക്ച്വലി യൂസ്ഡ് വിൻ ബിസിനസ് റിസർച്ച്. ഓൾസോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ, എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനേഴ്സ് പ്രോസസ്സ് ചെയ്യാൻ. പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യനർ ഡാറ്റയൊക്കെ SPSSലൂടെ പെട്ടെന്ന് നമുക്ക് അനാലിസിസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ടേബിൾസ് ആൻഡ് ഗ്രാഫ്സിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പല കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മീൻ, കൈ സ്ക്വയർ, റിഗ്രഷൻ, അനോവ എക്സെട്ര, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനും പറ്റും. Now let's see what are the features of SPSS or the capabilities of SPSS. ഇതിന് ഡാറ്റ പല സോഴ്സസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യനറിലൊക്കെ നമുക്ക് ഡാറ്റ കിട്ടും. അത് എക്സൽ ഷീറ്റിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ഇമ്പോർട്ട് ദ ഡാറ്റ ഫ്രം എക്സൽ ആൻഡ് SAS, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ആണത് SAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സെക്കൻഡ്ലി it has so many tools to generate report, chart, plot, graph ഒക്കെ എക്സലിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിനും കുറേ ടൂൾസ് ഉണ്ട്. നമുക്ക് ചാർട്ട്സും പ്ലോട്ട്സും സ്റ്റാറ്റിയും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാനായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഉണ്ട്. പിന്നെ യൂസറിന് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് ദാറ്റ് മീൻസ് വാട്ട് യൂസർ ക്യാൻ യൂസ് ഇറ്റ് പ്രോപ്പർലി. അതോടൊപ്പം തന്നെ കമാൻഡ് സിൻടാക്സ് ഇസ് ഓൾസോ ദർ. അതായത് സംടൈംസ് നമ്മൾ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേഷനോ അല്ലെങ്കിൽ റിപ്പീറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമാൻഡ് ചെയ്യും. റിപ്പീറ്റേറ്റീവ് ടാസ്ക് ആണെന്നുള്ള രീതിയിൽ പറയാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, so these are the basic steps in data analysis or basic operations എന്തൊക്കെയെന്ന് വെച്ചാൽ വേരിയബിൾ എൻട്രി, ദാറ്റ് മീൻസ് ആഡിങ് ഓർ ഡിലീറ്റിങ് എ വേരിയബിൾ. അതേപോലെ തന്നെ ഡാറ്റ എൻ്റർ ചെയ്യാം, ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഡാറ്റ സേവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സൽ ഫയലിൽ നിന്ന് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാം, ഡാറ്റ എൻ്റർ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്കിംഗ് നടത്താം, സോർട്ട് ചെയ്യാം, ആൻഡ് ഓൾസോ വി ക്യാൻ ട്രാൻസ്ഫോം ദ ഡാറ്റ ടു. സോ നമ്മൾ വേരിയബിൾസ് എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. വേരിയബിൾസ് എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് ഐഡിയ വേണം. വേരിയബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺസെപ്റ്റാണ്. അതിന് പല വാല്യൂസും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള വാല്യൂസും അതിന് എടുക്കാൻ പറ്റും. അതിനെയാണ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. ദേ ഹാവ് ഷോൺ വൺ എക്സാമ്പിൾ. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാറുണ്ട്, ബ്രാൻഡ്, ടൈപ്പ്, ഏജ്, കണ്ടീഷൻ, പ്രൈസിങ് എന്താ. അപ്പോൾ ഇഫ് ഐ എം ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻ ഇൻ യുവർ ക്ലാസ്, നിങ്ങൾ 14 എത്ര പേരുണ്ട്, 14 പേരിൽ നിന്നും സംടൈംസ്
ഒരു 6 പേര് അതിൻ്റെ ബ്രാൻഡായിരിക്കും നോക്കുന്നത്, കുറേ പേര് ബാക്കിയുള്ളൊരു പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഒരു നമ്പർ നമുക്കവിടെ കിട്ടും അല്ലേ. അപ്പോൾ ഓരോ വേരിയബിളും ആണത്, അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ വേരിയബിൾ, ആ വേരിയബിളിന് എത്രത്തോളം ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കോൺസെപ്റ്റ്, ഇപ്പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ഏജ്, ടൈപ്പ്, ഇതിനെയൊക്കെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഇനി വേരിയബിൾസ് 2 ടൈപ്പ് ഉണ്ട്, ഡിക്കോട്ടോമസ് വേരിയബിൾസ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾസ്. ഡിക്കോട്ടോമസ് വേരിയബിൾസ് മീൻസ് ഹാവിങ് ഓൺലി 2 വാല്യൂസ്, എപ്പോഴും 2 വാല്യൂസേ ഉള്ളൂ, യെസ് ഓർ നോ, മെയിൽ ഓർ ഫീമെയിൽ, ഇങ്ങനത്തെ മാത്രം, നമുക്ക് ഓപ്ഷൻ വേറെ ഒന്നുമില്ല, ഇതല്ലെങ്കിൽ ഇതെന്നുള്ള മാത്രമേ ഉള്ളൂ. ഇൻകം, ഏജ്, ടെസ്റ്റ് സ്കോർ എന്നൊക്കെ പറയുന്നതാണ് കണ്ടിന്യൂസ് വേരിയബിൾസ്. സംടൈംസ് നമ്മൾ ഇങ്ങനെ ചോദിക്കും മോർ ദാൻ 20, കണ്ടോ, അങ്ങനെയൊക്കെ പറയും, മോർ ദാൻ 20,000, അങ്ങനെ ചോദിക്കുന്ന ഒരു കണ്ടിന്യൂസ്, ഒരു റേഞ്ച് ആയിട്ട് നമ്മൾ ചോദിക്കും, ഏജ് ബിറ്റ്വീൻ 20 to 25, അങ്ങനത്തെ തന്നെയാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ ദീസ് വേരിയബിൾസ് മേ ടേക്ക് ഓൺ എനി വാല്യൂ വിത്തിൻ എ ഗിവൻ റേഞ്ച് ഓർ ഇൻ സം കേസസ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ് വരെ എടുക്കുക, ആ റേഞ്ചിൻ്റെ ഉള്ളിൽ എടുക്കുക, അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സെറ്റും ആകാം. ഓക്കെ, so I already mentioned the main classification of variables as dichotomous and continuous variables. അതിൽ തന്നെ ഇങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം, അതിൽ ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡൻറ്റ്, മോഡറേറ്റിംഗ് ആൻഡ് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഇൻഫ്ലുവൻസിങ് എനി വേരിയബിൾ, അത് ഒറ്റക്കാണ്, അത് അതിൻ്റെ ആയിട്ടുള്ള വാല്യൂസ് എടുക്കുന്നു. പക്ഷേ ആ ഇൻഡിപെൻഡൻറ്റ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വേരിയബിളിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ദിസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ മോഡറേറ്റ് ചെയ്യണം, ഐദർ ദിസ് റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ചെയ്യുന്ന ഒരു വേരിയബിളാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. ആൻഡ് ഫൈനലി ദ എക്സ്ട്രാനിയസ് വേരിയബിൾ മീൻസ് യാതൊരുവിധ ബന്ധവുമില്ല, ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് അല്ലാത്തയായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള വേരിയബിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനെയാണ് എക്സ്ട്രാനിയസ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ടെസ്റ്റൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും ആവശ്യമില്ലായിരിക്കും, അങ്ങനെ ആവശ്യമില്ലാതായിട്ട് വരുന്ന വേരിയബിൾസ്, യാതൊരുവിധ ബന്ധവും ഇല്ല, അങ്ങനത്തെ അൺഡിസൈറബിൾ വേരിയബിൾസ് എന്ന് പറയും, അതിനെയാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മെഷർമെൻറ്റ് സ്കെയിൽസ്. നമ്മൾ ചില ഒബ്ജക്ട്സിന് ഓരോ നമ്പർ കൊടുക്കും, ഇപ്പോൾ 1, 2, 3 എന്നുള്ള പൊസിഷൻ പോലെ കൊടുക്കില്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏജ്, ദെൻ സെക്സ്, ഇങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും, ഒരു ജനറൽ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഏജ് 1, സെക്കൻഡ് സെക്സ് 2, പിന്നെ നെയിം 3, അപ്പോൾ അത് സ്ട്രിങ്, അങ്ങനെ പല കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ അതിന് പ്രോപ്പർട്ടീസ് ഉണ്ടാവും ഈ ഒബ്ജക്ട്സിനൊക്കെ. ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനായിട്ട് എന്ത് വേണം, സ്കെയിൽസ് വേണം. സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. വൺ ഇസ് നോമിനൽ സ്കെയിൽ, ആൻഡ് ദ അതർ വൺ ഇസ് ഓർഡിനൽ സ്കെയിൽ, ആൻഡ് ദ തേർഡ് ഇസ് ഇൻ്റർവൽ ഓർ റേഷ്യോ സ്കെയിൽ. അപ്പോൾ 3 type of scales are used in SPSS: nominal, ordinal or interval or ratio scale. സോ എന്താണ് നോമിനൽ, ഓർഡിനൽ ആൻഡ് ഇൻ്റർവൽ റേഷ്യോ മീൻസ്? നോമിനൽ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ്, അതായത് എന്തെങ്കിലും 2 കാര്യങ്ങൾ അതിൽ നിന്നും പറയും, ഇപ്പോൾ ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ, നാഷണാലിറ്റി ഇന്ത്യൻ ഓർ നോട്ട്, അങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് 2 കാറ്റഗറീസ് ആയിട്ട് വരുന്ന വേരിയബിളിനെയാണ് ഡിക്കോട്ടോമസ് നോമിനൽ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കാറ്റഗറിയാണ് നോമിനൽ എന്ന് പറയുന്നത്. ഓർഡിനൽ മീൻസ് ഒരു റാങ്ക് ഓർഡർഡ് ആയിട്ടായിരിക്കും, ഹയസ്റ്റ് ടു ലോവസ്റ്റ്, ഏതാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്, മോർ ദാൻ, ലെസ് ദാൻ, അങ്ങനെയൊക്കെ വരുന്നത്, നോളേജ്, സ്കിൽസ്, ഇങ്ങനത്തെ കേസസ്. ഇൻ്റർവൽ റേഷ്യോ മീൻസ് ഇന്ന റേഞ്ചിൽ സ്പീഡ്, ഏജ്, ഇൻകം, ഓരോ അർത്തമാറ്റിക് ക്വാളിറ്റീസ് പോലെ, അതായത് ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു റേഞ്ചിലാണോ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഇൻ്റർവൽ ഓർ റേഷ്യോ. ഓക്കെ, സോ എങ്ങനെയാണ് ഡാറ്റ എൻ്റർ ചെയ്യുന്നതെന്ന് SPSSൽ? സ്റ്റാർട്ട് വിത്ത് ദ ഡാറ്റ എഡിറ്റർ. SPSS ഓപ്പൺ ചെയ്യുക, അതൊക്കെ നിങ്ങൾ ആദ്യം പറയണം. ഫയലെടുക്കുക, ഓപ്പൺ ചെയ്യുക, ഒരു ഡാറ്റ എഡിറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 2 ടാബ്സ് വരും, ഡാറ്റ വ്യൂ ആൻഡ് വേരിയബിൾ വ്യൂ. അതിൽ നമുക്ക് 2 രീതിയിൽ ഡാറ്റ എൻ്റർ ചെയ്യാം. ഡാറ്റ വ്യൂയിലൂടെയും ചെയ്യാം, വേരിയബിൾ വ്യൂയിലൂടെയും ചെയ്യാം. ഡാറ്റ വ്യൂയിലാണെങ്കിൽ യു ജസ്റ്റ് സ്റ്റാർട്ട് ടൈപ്പിംഗ്. വേരിയബിൾ വ്യൂയിലാണെങ്കിൽ വേരിയബിൾസ് ഏതാണെന്ന് ഡിഫൈൻ ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ നോമിനൽ ആണോ അങ്ങനത്തെ അതെല്ലാം പറഞ്ഞ ശേഷം ടൈപ്പ് ചെയ്യുക. വേരിയബിൾസ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഏജ്, എന്താ സാലറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലേബിൾ ചെയ്യുക, എന്നിട്ട് ഡാറ്റയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഇത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓവറോൾ SPSS എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ പറയാം. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ BComലൊക്കെ പഠിച്ചവർക്ക് അത് ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യാം. ഇത് കൂടുതലായിട്ട് എനിക്കിത് പറഞ്ഞു തരാനും അറിയില്ല, അതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റിനെ ലാസ്റ്റ് ടൈം കണ്ടുള്ളൂ, അത് വെച്ചിട്ട് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതിയായിരിക്കും. ഇനി കൂടുതൽ ബാക്കി 5 modules ഓക്കെ ആണല്ലോ, ഇതും ഇത്ര നോക്കിയാൽ മതി. ഓക്കെ.